ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ എണീച്ചിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് വരെ. തെയ്യത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഞാനിതാ നമ്മളെ ഇന്നലെ രാത്രിയല്ല വൈകുന്നേരം ആക്കിയ മസാല എടുത്തിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പിട്ടാന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്, അപ്പോൾ അതിനെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാനൊന്ന് ചൂടാക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ണവും മസാലയെല്ലാം ആയിട്ടാണ് കേട്ടോ. അടുത്തത് കുറച്ച് ഇന്നലത്തെ തന്നെ ചെമ്മീൻ കറി ഉണ്ടായിന് കേട്ടോ. അത് ഞാൻ ചൂടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന്. പിന്നെ പിട്ടുവാക്കിയാൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞല്ലോ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഏട്ടൻ എണീച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഹായും തന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും പെങ്ങളിതാ പിന്നെ മുറ്റത്ത് നിന്ന് അലക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ നിന്ന് ബാക്കിയുള്ള ചൂടാക്കലും പിട്ട് ചൂടലും അങ്ങനെയുള്ള പരിപാടികളെല്ലാം ഞാൻ വേഗം ചെയ്ത് കേട്ടോ. പിന്നെ ഞാനിതാ നമ്മളെ പിന്നെ ഇതാ നമ്മൾ ഇന്നലെ പെരക്കി വെച്ച ചിക്കൻ കറിയിലേക്കുള്ള ചിക്കനാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്നിപ്പം ഓരോ പണികളായിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തെയ്യം ഒരു മണിയെല്ലാം ആകുമ്പോൾ കേട്ടോ കീയോ. പൊളച്ചയ്ക്ക് കുറേ തെയ്യെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേങ്കിൽ ഇന്ന് 1 മണിയെല്ലാം ആവും നമ്മളെ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞാൽ തെയ്യം ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ മെയിൻ ഇത്. അപ്പം അങ്ങനെ നമ്മളിതാ പെങ്ങളും അമ്മയെല്ലാം അലക്കുന്നതാണ്. അപ്പം ഞാൻ അടുക്കളയിലുള്ള ഇനിയിപ്പം ഓരോ പണികളായിട്ട് തുടങ്ങട്ടെ. പിന്നെ വേഗം ഇത് അമ്പിളിച്ചും ഞാനും കൂടിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ പരിപാടികളെല്ലാം നോക്കുന്നതാണ്. അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി അങ്ങനെയാണ് കേട്ടാക്കുന്നത്. ചോറും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു മീൻ ഫ്രൈയും ചെമ്മീൻ വരട്ടിയത്, അങ്ങനെ 2-3 ഐറ്റംസും കൂടി ഉണ്ട്. അപ്പം 2-2:30 ആകുമ്പോഴത്തേക്ക് ഗുരുക്കന്മാർ മുടി വെക്കും. ഗുരുക്കന്മാർ എന്നാണ് ഇപ്പോഴത്തെ മെയിൻ തെയ്യത്തിൻ്റെ പേര്. ഒരുപാട് തെയ്യങ്ങളുണ്ട്, പക്ഷേങ്കിൽ മെയിനായിട്ടുള്ളത് ഗുരുക്കന്മാരാണ്. അപ്പം അത് കാണാൻ ഇങ്ങനെ ജനങ്ങളായിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേങ്കിൽ സ്ഥലം കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും നമുക്ക് പോയി നോക്കാം. ആവോലിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടതിന്. ആവോലിയുണ്ട്, പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളതുകൊണ്ട് പിന്നെ ഏട്ടൻ അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ചെമ്മീൻ ഇങ്ങനെ വരട്ടി വെക്കാം. ഇത് നമ്മൾ ചിക്കൻ വറുത്തിറക്കേണ്ട പിന്നെ തേങ്ങയാണ്. പിന്നെ ഓരോ പരിപാടികളായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ പിന്നെ അടുപ്പത്ത് നിന്നാണ് കേട്ടോ നമ്മളെ ചെമ്മീൻ വരട്ടിയത്. അപ്പോൾ അങ്ങനെ പെങ്ങൾ അതിൻ്റെ പരിപാടികളെല്ലാം നോക്കുന്നുണ്ട്. ഞാൻ പിന്നെ ചിക്കൻ കറി വെച്ചു. അങ്ങനെ രണ്ടാളും ഉണ്ടാകുമ്പോൾ രണ്ടാളും ഷെയർ ചെയ്തിട്ട് അങ്ങനെ ഓരോ പണികളായിട്ട് എടുക്കും. ഉച്ചക്കത്തെ ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. മക്കളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വേഗം തലയെല്ലാം കുളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മളും വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കലാണ്. സദ്യ ആയാലും ബിരിയാണി ആയാലും ചോറും മീൻകറി ആയാലും നമ്മൾ എല്ലാവരും ഉണ്ടെങ്കിൽ എന്തായാലും ഇലയിലാണ് കേട്ടോ കഴിക്കുക. കാരണം ഒന്നാമത് പിന്നെ നല്ല രസമാണ് പായസമെല്ലാം അവസാനം തുടച്ച് നക്കി കഴിക്കാനും. പിന്നെ കഴുകാനും എളുപ്പമല്ലേ, എളുപ്പമല്ലേ എന്നല്ല കഴുകണ്ടല്ലോ, അതും ഒരു പിന്നെ മെയിനാണ്. അതുകൊണ്ട് പിന്നെ നമ്മളെപ്പോഴും ഇല തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ നമ്മളിതാ നടന്നിട്ടാണ് കേട്ടോ. വണ്ടിയിലും പോവാം, പക്ഷെ നടന്നിട്ട് ഷോർട്ടായിട്ട് വഴിയുണ്ടേ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതുവഴി പോകുന്നത്. നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ പിന്നെ റബ്ബറും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേങ്കിൽ ആ ഒരു വീട്ടിൻ്റെ ആ ഒരു ചെറിയൊരു ഭാഗത്ത് അടിപൊളി റബ്ബറെല്ലായിട്ട് അച്ഛൻ്റെ നാട് ഇങ്ങനെയാണ് കേട്ടോ. അതുപോലെയുണ്ട് കാണാൻ, നല്ല രസമുണ്ടേനു. കാവിലെത്തിയപ്പാട് തന്നെ ഞാൻ വേഗം തേജുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ടായിനെ. പിന്നെ നല്ല അടിപൊളി സ്ഥലത്ത് നിന്നതുകൊണ്ട് അവർക്ക് കാണാൻ പറ്റിയ ഏട്ടനും തേജുവും ദേവുട്ടനെല്ലാം. നമ്മൾ പിന്നെ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ ഇല്ലതെല്ലാം സ്ക്രീനിലാണ് കേട്ടോ. ഒറ്റപ്പൊടി കാല് കുത്താൻ വരെ സ്ഥലം കിട്ടിയിട്ടുണ്ടായിട്ടില്ല.
അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതാ തെയ്യം കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു രംഗാനട്ടങ്ങൾ കാണുന്നത്. എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ലൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് തെയ്യവും കണ്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. പിറ്റേന്ന് രാവിലെ തന്നെ എണീച്ചിട്ട് എല്ലാവരും കൂടിയിട്ട് മാക്കത്തിനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം കാണുന്നത് ഗുളികനാണ് കേട്ടോ. ഈ ഗുളിക എന്ന് പറയുന്നത് വലിയ മുടിയാണ്, പിന്നെ ഈ 2 വടീൻ്റെ മേലെയാണ് കേട്ടോ. പൊയ്ക്കാലെല്ലാം നടക്കുക, അതാണ് ഈ ഗുളികൻ്റെ പ്രത്യേകത. പക്ഷേ നമ്മളെ നാട്ടിലുള്ളത് പിന്നെ വടക്കൻ ഗുളിക എന്നാണ് പറയുക. അത് ഇങ്ങനെയല്ല ഉള്ളത്, ഇത് വേറെ തന്നെ ഒരു രൂപമാണ്. അപ്പം നമ്മൾ മാക്കത്തിനെ കാണാൻ വന്ന് ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിനെ. എന്നിട്ടാണ് മാക്കം കഴിഞ്ഞത്. പക്ഷേ എനിക്ക് എന്തായാലും മാക്കത്തിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അത്രയും ആഗ്രഹിച്ചിട്ട് വന്നതാണ്. ഞാനാന്ന് പറഞ്ഞിന് വാ പിന്നെ ഏട്ടനോടും പെങ്ങളോടെല്ലാം നമുക്ക് കാണാൻ പോവാമെന്നെല്ലാം പറഞ്ഞിട്ട് എൻ്റെ മുൻകൈ എടുത്തിട്ട് വന്നതാണ്. പക്ഷേങ്കിൽ മാക്കം മുടി വെക്കുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ എനിക്ക് അവിടുന്ന് ക്ഷീണമായി. പിന്നെ ഒരു വല്ലാത്തൊരവസ്ഥ, തലചുറ്റൽ, ഛർദ്ദിക്കാൻ വരിക, കണ്ണെല്ലാം അടഞ്ഞടഞ്ഞ് പോവുക. അപ്പോൾ ഞാൻ മോൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞ് നിങ്ങൾ വീഡിയോ എടുത്തോ, ഞാൻ എവിടെയെങ്കിലും പോയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നിപ്പോൾ മാക്കം മുടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മോനെടുത്ത വീഡിയോ ആണ്. ഞാൻ അപ്പാടും കുറച്ച് അങ്ങോട്ട് പോയിട്ട് ആരെല്ലോ കാലിൻ്റെ മേലെയാന്ന് തോന്നി ഇരുന്നിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ ഇരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കൊന്നും ഇപ്രാവശ്യം കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഇപ്രാവശ്യം എന്നല്ല, ആദ്യമായിട്ട് കാണുന്നതാണ്, കാണാനും പറ്റിയിട്ടില്ല. തലേന്ന് രാത്രി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അതാണ് പെട്ടെന്ന് ആ ഒരു സമയത്ത് ക്ഷീണമായിപ്പോയത്. എന്നെക്കൊണ്ടാണെങ്കിൽ ഇവർക്കും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ വേഗം നമ്മുടെ വീട്ടിലേക്ക് വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തെയ്യത്തിൻ്റെ വിശേഷങ്ങളിലായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.